സ്വർഗരാജ്യം എപ്പിസോഡ് 2-ാം അധ്യായം. കണ്ടെത്തിയാറ്. എനിക്ക് ഈ 2 ഉപമ എന്നെ വല്ലാതെ സ്വാധീനിച്ചു കേട്ടോ. 1, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി. 2, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സംസാരിച്ചു. അപ്പം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരത്തോടെ പുള്ളിയുടെ കയ്യിൽ ഒരു കുറേ മുത്തുണ്ട്, ഓൾറെഡി ഉണ്ട് കുറേ മുത്ത്. അത് പുള്ളി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു നല്ല മുത്ത് കണ്ടെത്തിയപ്പോൾ വിചാരിച്ചു, ഇത് ഇത്ര പോരല്ല, ഇത് സുഖമല്ല, ഇത് വലിയ ഗുണമില്ല. അപ്പം നല്ല മുത്ത് സ്വർഗരാജ്യം. ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ, ജീവിക്കാനുള്ള മാർഗങ്ങൾ, ചക്രം ഉണ്ടാക്കാനുള്ള രീതികളൊക്കെ കണ്ടപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചോണം കേട്ടോ, എല്ലാവർക്കും ദൂതുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? സ്വർഗരാജ്യം. നല്ല മുത്ത് സ്വർഗരാജ്യം. നല്ല മുത്ത് ആത്മീയമായി ദൈവത്തെ അന്വേഷിക്കുന്ന അനുഭവം. നല്ല മുത്ത് നിത്യത പ്രാപിക്കാൻ ഇടയാകുന്ന അനുഭവം. അപ്പോൾ മുത്ത് വ്യാപാരി ഈ വില കുറഞ്ഞ സാധനം വിറ്റുകൊണ്ടിരുന്നവൻ ഏറ്റവും വില കൂടിയത് കണ്ടപ്പോൾ എന്ത് ചെയ്തു കൊണ്ടുവന്ന് വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ തനിക്കുള്ളതൊക്കെ എന്ത് ചെയ്തു? ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഓഫറിൽ കൊടുത്തു കാണും പുള്ളി. അത് മേടിക്കാനും കുറേ ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ചു കൂട്ടിയാൽ ഇഷ്ടം പോലെ ആളെ കേൾക്കാൻ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഊതിയിടുമ്പോൾ, ഉന്തിയിടുമ്പോൾ, കൊലപ്പിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, 4 കരണം മറിയുമ്പോൾ കൃപാവരങ്ങൾ കിട്ടും, അനുഗ്രഹം കിട്ടും, രോഗശാന്തി കിട്ടും, ഭൂതശാന്തി കിട്ടും, ദൈവത്തെ പോലെ ആവുമെന്നൊക്കെ പറഞ്ഞ ഒരു പബ്ലിക് ചെയ്യാൻ ഇവിടെ ഒന്നും ആളിരിക്കാൻ പറ്റത്തില്ല. കസേരയൊന്നും പോരാണ്ട് വരും. ഇഷ്ടം പോലെ ആൾ കൂടും, ഇയ്യൽ പോലെ കൂടും. പക്ഷെ സ്വർഗരാജ്യം പോണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ഈറ്റ പോലും കാണത്തില്ല. നമ്മളെപ്പോലെ അതിനുവേണ്ടി ദാഹിക്കുന്ന ഒരു ചെറിയ സമൂഹമേ കാണത്തുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയിലെക്കുറിച്ചും പൗലോസ് പറഞ്ഞത് ഒരു ശേഷിപ്പേ കാണത്തുള്ളൂ. റോമാലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത് ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടും യഹൂദന്മാരിൽ. ജാതികളും അത് തന്നെ, ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടത്തുള്ളൂ. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ലോകം മുഴുവൻ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഞാനൊരിക്കൽ ഒരു ട്രാഫിക് ജാമിൽ ചെന്നപ്പെട്ട് ബൈക്കിൽ ഇങ്ങനെ നിൽക്കുക. 4 ചുറ്റും ട്രാഫിക് അത് ഇതൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയപ്പോൾ ബൈക്കുകാരും കാറുകാരും എല്ലാം കൊണ്ട് 1000 പേരെങ്കിലും അപ്പുറം ഇപ്പുറം എല്ലാം കൂടി ഉണ്ടെന്ന് വെച്ചോ. എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവം ഈറ്റുങ്ങളെല്ലാം കൂടി അങ്ങോട്ടേക്ക് പോകുന്നത്, ഇവിടെയൊക്കെ ലക്ഷ്യമെന്താ? എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറയാനിടയായി. അതുപോലെ ഈ വിശ്വാസികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളവരെ കുറ്റം പറയുകയല്ല, ഒരു വിലയിരുത്തൽ നടത്തുക. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശയം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലൊക്കെ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു, വചനമൊക്കെ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരു കൂട്ടായ്മ കൂടുന്നു, ഞായറാഴ്ചത്തെ ഒരു സഭയം കൊണ്ട് തൃപ്തിപ്പെടുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുന്നു, ഇടയ്ക്ക് കൺവെൻഷന് കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ആത്യന്തികമായി നിത്യത പ്രാപിക്കാനുള്ള ഓട്ടം ഇവരിൽ ഉണ്ടോ? ഓടുന്നുണ്ടോ? പൗലോസ് എന്താ പറഞ്ഞ്? നല്ലപോലെ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എന്തിനാ? കിരീടത്തിന് വേണ്ടി. നമ്മൾ ഓടുന്നത് എന്തിനു വേണ്ടിയാ? അല്ല, നമ്മളെന്തിനാ ഓടുന്നേ? നമ്മൾ രക്ഷിക്കപ്പെട്ട എന്തിനാ? നമ്മൾ സ്ഥാനപ്പെട്ട എന്തിനാ? നമ്മൾ പരിശുദ്ധാംശം പ്രാപിച്ച എന്തിനാ? നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന എന്തിനാ? ഇവിടെ ജോസഫ് ചാരിപ്പുണ്ട്, വീട്ടിൽ വളരെ പ്രതികൂലം അനുഭവിക്കുന്ന ഒരു ദിവസം. ഇത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി പുള്ളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം വളരെ പ്രതികൂല കുടുംബത്തിൽ അനുഭവിക്കുക. ഭാര്യയും മക്കളും കൂടി പുള്ളിയെ എന്ത് ചെയ്യുക? വറുചട്ടിയിലിട്ട് വറുത്തോണ്ടിരിക്കുക. ഇങ്ങോട്ട് ആ കഥന കല കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന തോന്നി. ആ പ്രതികൂല നടുവിൽ ആ ദേവദാസൻ പിടിച്ചു നിൽക്കുക ചെയ്യുന്നത്. കാരണം എന്താ? വല്യ വിധേയനെയും ഏത് വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് വേദനയോടെ ആയിരിക്കുകയാണ് ദൈവമക്കളെ. അതായിരിക്കണം നമ്മുടെയും ചിന്ത. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചന വ്യവസ്ഥപ്രകാരം ജീവിച്ച് സ്വർഗരാജ്യം അത് പ്രാപിച്ചെടുക്കണം. നല്ല മുത്ത് കണ്ടെത്തിയാറെ തൻ്റെ വില കുറഞ്ഞ ആശയങ്ങളും വില കുറഞ്ഞ ചിന്താഗതികളും വില കുറഞ്ഞ പല കാര്യങ്ങളുടെയും പുറകെ പോകുന്നത് നിർത്തിയിട്ട് ഏറ്റവും വിലപ്പെട്ട ആശയങ്ങൾ കർത്താവിൽ നിന്നും അപ്പോസ്തലന്മാരിൽ നിന്നും വിശുദ്ധ പ്രവാചകന്മാരിൽ ലഭിച്ച വചനത്തിൻ്റെ വെളിപ്പാടുകൾ അത് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പുറകെയായി ഓട്ടം. നല്ല മുത്ത് കണ്ടെത്തിയാറെ. എനിക്ക് ഒത്തിരി പറയാനുള്ളത് കൊണ്ട് വ്യാഖ്യാനം പൊരുൾ അധികം തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. 47 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗരാജ്യം കടലിയിടുന്നതും എല്ലാവരും മീൻ പിടിക്കുന്നതുമായ ഒരു വലിയൊരു സദൃശ്യം. അടുത്ത വിളഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരുതി കയറ്റി ഇടുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടി വെച്ച് ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ
വായിക്കണം. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ 49 വരെ വായിക്കണം. സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൊല്ലിട്ട് വരും. അവിടെ കരച്ചിലും പതിപടി ഉണ്ടാവും. നരകത്തെ കുറിച്ച് പറയുക. അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നത് കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവൻ വലിച്ചു കലക്കി കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്തത് എറിഞ്ഞു കളഞ്ഞു. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി ജീവിച്ച് സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കുന്നില്ലെങ്കിൽ നമ്മളൊരു ന്യൂട്രൽ പർവ്വത്തിൽ പോയാൽ നമ്മളെ എറിഞ്ഞു കളയും നരകത്തിലേക്ക്. പാസ്റ്റർ ഇതൊന്നും പ്രസംഗിക്കില്ലേ? പിന്നെ എനിക്ക് പ്രസംഗമില്ല. ഇത് പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് പ്രസംഗമില്ല സഹോദരി. ഇത് വല്ല ചപ്പൻ ചവറും പറഞ്ഞിട്ട് ഞാൻ പോകേണ്ടി വരും, എല്ലാവരും പറയുന്ന പോലെ. അപ്പം ഞാൻ പറയുന്നത് ഗൗരവം മനസ്സിലാക്കുക. നമ്മൾ ഗുണനിലവാരമില്ലാത്ത വിശ്വാസികളായാൽ, അർത്ഥാൽ ദൈവവചന വ്യവസ്ഥ പാലിക്കാതെ നമ്മൾ മുൻപോട്ട് പോയാൽ എറിഞ്ഞു കളയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായി. അവിടെ എന്തുണ്ടാവും എന്നൊക്കെ വായിച്ചത് അവസാനം തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും വലിയടിയോടെ സ്വർഗത്തിലാണ് ഉണ്ടാകുന്നത്. ഒരുപാട് പുസ്തകം പോലെ കരച്ചിലും വലിയടിയും നരകത്തിലാണ്. അപ്പൊ സ്വർഗരാജ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവർ നരകത്തിൽ വീഴാനും പറഞ്ഞോ സാധ്യതയുണ്ട്. എൻ്റെ ദൈവത്താൽ ബാക്കി എന്താ? നിശ്ചയം അനുഗ്രഹം. ഞാൻ അനുഗ്രഹമേ പ്രാപിക്കത്തുള്ളൂ. ഒരു തിന്മ എനിക്ക് വരത്തില്ല. യഹോവയുടെ ഇടയിലാകുന്നു. പറഞ്ഞോ ഒന്നിനും മുട്ടുണ്ടാകില്ല. മുട്ടുണ്ടാകും, തല പോകും. പറ്റുമോ സിസ്റ്ററെ? അങ്ങനെ ഒരു പഠിപ്പിക്കൽ കിടക്കുക ഇന്ന് ആദ്യഗോളത്തിൽ. അതാ ഞാൻ ന്യായപ്രമാണത്തെ രൂക്ഷമായി ഖണ്ഡിക്കാനുള്ള കാരണം. ന്യായപ്രമാണത്തെ എനിക്ക് വിരോധമില്ല. ആ പഠിപ്പിക്കൽ മുഴുവൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുക. ദാവീദ് പ്രാർത്ഥിച്ചു, ശരിയാണെന്നേ. യഹോവയുടെ ഇടയിലാണെന്ന് എനിക്ക് ഒട്ടും മുട്ടുണ്ടാകുകയില്ല, ഒരു മുട്ടുമില്ല. ഇടയ്ക്കൊരു കൽപ്പ് ഉപദേശിയുടെ മകള് പ്രസംഗിച്ച പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വന്നു. ആളും പേരും ഒന്നും ഞാൻ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് അപകസിക്കപ്പെടുത്താനായിട്ട് താല്പര്യമില്ല. ആ കൊച്ചു പറഞ്ഞ എന്താണെന്നറിയോ? ചക്കും ചുക്കും അറിവില്ലാത്തൊരു കൊച്ചു, ഇത്രയേ ഉള്ളൂ. എത്ര വയസ്സ് വരും ആ കൊച്ചിന്? ഒരു 12-13 വയസ്സ് കഴിഞ്ഞേറ്റം കൊണ്ടുവരിക. കൊച്ചു പറയുകയാണേ, നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടതുപോലെ ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്, ഒന്നിനും കുറവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് തന്റെ ഭണ്ഡാരം തുറന്ന് സകലതും നൽകി തരും. ഇല്ല, പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്ക് മറുപടി ഇല്ല. ഒരു നിമിത്തോട് തെളിയിക്കുക അതിനുള്ള സമയം എനിക്കില്ല. ഞാനൊരു വിഷയം എടുത്തിട്ടിരിക്കും, അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. അത് തെളിയിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കാം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം. പെട്ടെന്നായിട്ട് വായിക്കണേ, നമുക്ക് ഈ സമയം ഈ സബ്ജക്റ്റ് തീർക്കണം, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം തീരത്തുള്ളൂ. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണെന്ന് എൻ്റെ ഓർമ്മ. വായിച്ചാൽ 15 മുതൽ. നിങ്ങൾ കൈമലർത്തുമ്പോൾ കണ്ട് മണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. അടുത്ത തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നതിനെ നേർവഴിയാക്കുവിൻ. അനാഥനും ന്യായം നടത്തി കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. വരുവിൻ, നമുക്ക് നമ്മിൽ വാദിക്കാം. യഹോവ അരുളി ചെയ്യുന്നു. പോട്ടെ, ബാക്കി ഭാഗം നമ്മൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. എന്തുകൊണ്ട്? ദാവീദിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം തോന്നി, നമ്മൾ ഇങ്ങനെയൊക്കെ താമസിക്കും, ഒരു കാര്യം ചെയ്യാം, യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിത് തരിക. പുള്ളി അതിനുള്ള പദ്ധതിയൊക്കെ ഇട്ട് വന്നപ്പോൾ തമ്പുരാൻ എന്താ അവനോട് പറഞ്ഞു? നിന്റെ കൈ, അതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതിന് മാർക്കില്ല. നിന്റെ കൈ രക്തം കൊണ്ട്, രക്തക്കറ നിന്റെ കയ്യിലുണ്ട്. നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, നീ എനിക്ക് വേണ്ടി ഒന്നും പണിയണ്ട.
വ്യവസ്ഥ വിട്ടുപോയാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരും കൊള്ളത്തില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെ പണിയുന്നുണ്ട്, ഇഷ്ടംപോലെ പണിയുന്നുണ്ട്. ഇവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്. 6 കാര്യം കൊണ്ടാട്ടോ പണിയുന്നത്. മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന്, വിലയേറിയ കല്ല്. ഇതിലേതുകൊണ്ടാണ് പണിയുന്നത്? ഏതോ? ഓക്കെ, കറക്റ്റ്. അടുത്ത് അറിയുന്നവർക്ക് പറയാം. വിലയേറിയ കല്ല്. പിന്നെ ക്ലാസ് കേട്ടിട്ടുണ്ട് നേരത്തെ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകൊണ്ടാണ് മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനോട് ചേർത്ത് മനുഷ്യക്കല്ലുകളാണെന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പണിയുന്നത്. എന്തിനാ പണിയുന്നത്? ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി തീരാൻ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്നൊക്കെ എന്ത് ചെയ്യും? ശോധന ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വെന്തുപോകും. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും ശോധന ചെയ്യുമ്പോൾ അത് ഉരുകിപ്പോകും. ഉരുകിപ്പോകാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന, യേശുവിൻ്റെ സ്വഭാവമുള്ള, യേശുവിൻ്റെ മനസ്സുള്ള, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിലയേറിയ കല്ല് മാത്രമേ പരിശോധനയുടെ മധ്യത്തിൽ നിലനിൽക്കത്തുള്ളൂ. അല്ലാത്തതെല്ലാം ഉരുകിപ്പോകും ദൈവം ശോധന ചെയ്യുമ്പോൾ. നേരത്തെ വായിച്ച പ്രകാരം വായിച്ച കളയായിട്ട് വളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കളകളെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇന്നിപ്പോൾ കളയാ കൂടുതൽ ഇത് പറഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി വഴക്ക് പറയും. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ചൂട് അസഹ്യമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കുളിർമ തരുന്ന സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരി. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കുക. ഞാനൊരു നല്ല കല്ലായി യേശു ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുവാൻ, മൂലക്കല്ലാകുന്ന കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലായിത്തീരുക. ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ല്, ആ കല്ലിന് എന്താ വ്യത്യാസം വരുന്നത്? ആ മൂലക്കല്ലിൻ്റെ സ്വഭാവം ഈ കല്ലിന് വരും. മുല്ലപ്പൂ അത് ഒരു പഴമ. മുല്ലപ്പൂ ഏറ്റുകിടം കല്ലിനുള്ള സൗരഭ്യം. അതിന് പറഞ്ഞു തരാം ഞാൻ. 3.5 വർഷം കൂടെ കിടന്നപ്പോൾ പത്രോസിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിഞ്ഞാട്ടെ? മണിമണി പോലെ ഇങ്ങോട്ട് പറ, നീ അവനോട് കൂടിയുള്ളവൻ. ഞാനറിയുന്നില്ല. ഇല്ല, നിന്റെ വാക്ക് ഉച്ചാരണം, നിനക്ക് ഭ്രാന്ത് പറയും, പോടുന്നു. 3ാമതും പറഞ്ഞു, അല്ലേ? പ്രാകാൻ തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞു? സൗരി പറഞ്ഞു, കുഴപ്പമായി വാസു വന്നല്ലേ? ഒരു കുഴപ്പമില്ല, അനുഗ്രഹമായി. പറഞ്ഞോ? എന്താ പറഞ്ഞു? നിന്റെ വാക്കും നിന്റെ ഉച്ചാരണവും നീ അത് വെളിവാക്കുന്നു, നീ യേശുവിനോട് കൂടിയുള്ള. ഓ ഹല്ലേലൂയ! കരങ്ങൾ എടുത്ത് സ്വത്രം പറഞ്ഞേ, ഹല്ലേലൂയ! 3.5 വർഷം കൂടെ നടന്നപ്പോൾ പത്രോസിന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു, പത്രോസിന്റെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു. പച്ച കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് ആ വേലക്കാരുടെ മുമ്പിൽ തന്നെ ഒരു വിപുല ശ്രമം നടത്തി. അവർ വിട്ടില്ല. അവർ പറഞ്ഞു, നീ യേശുവിനോട് കൂടിയുള്ളത്. എത്ര മനോഹരം! 3.5 വർഷം നടന്നപ്പോൾ അങ്ങനെയായെങ്കിൽ 33.5 വർഷം നടന്നിട്ട് ഒരു ഗുണമില്ലാത്ത വിശ്വാസികളല്ലേ? നിങ്ങളാരും അങ്ങനെയാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെയാണോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്ത് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. ഹല്ലേലൂയ! കർത്താവിനോട് നിരപ്പുറായി. കർത്താവേ, ഇത്ര വർഷമായി ഞാൻ അങ്ങയുടെ കൂടെ നടക്കുന്നു, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അനേകരെ ദൈവവചനം കൊണ്ട് പോഷിപ്പിക്കുന്നു. പക്ഷെ എനിക്ക് ഇന്നും നിന്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നും ജഡസ്വഭാവത്തിലിരിക്കുകയാണ്. എന്നോട് കനിവ് തോന്നി ഒരാത്മസ്വഭാവമുള്ളവനാക്കി തീർക്കണമെന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ ആ അനുഭവത്തിലേക്ക് നടത്തും. അതാണ് ബ്ലെസ്സിങ്. ഈ മീറ്റിങ്ങിന് വരുമ്പോൾ അതാണ് ബ്ലെസ്സിങ്. അല്ലാതെ പ്രാർത്ഥിച്ച് അഡ്മിഷൻ കിട്ടിയതും, പ്രാർത്ഥിച്ച് വിസ കിട്ടിയതും, പ്രാർത്ഥിച്ച് ശമ്പളം വർദ്ധിച്ചതും, പ്രാർത്ഥിച്ച് കാറ് മേടിച്ചതും, വീട് വെച്ചതും അതൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ലോകത്തുള്ള മനുഷ്യരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചെന്ന് വരും. റോങ്, തെറ്റ്. എഫേസ്യർ 1:3 എന്താ പഠിപ്പിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് യെശയ്യാപ്രവചനത്തിലെ വാക്യം എടുത്ത് പറഞ്ഞു. ഇനി 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അതെല്ലാവർക്കും കാണാതെ അറിയാവുന്നതാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. ചിലര് താഴ്ത്തും, ദുർമാർഗങ്ങളെ വിടാനായിട്ട് പറ്റത്തില്ല. ചിലര് ദുർമാർഗങ്ങളെ വിടും, താഴ്ത്തത്തില്ല. ആ താഴാനായിട്ടൊരു മടിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങളാണ്. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാം. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്.
അതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കി ഞാൻ മുമ്പോട്ട് പോകണം. നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് ഫലിക്കുന്നില്ല? എത്ര വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഇന്നും രോഗികളായിരിക്കുന്ന വിശ്വാസികൾ എന്തുകൊണ്ട്? എത്ര വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വിഷയങ്ങൾക്ക് ഒരു 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 മുടിനാര് പോലും വ്യത്യാസം വരാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ശോധനയാറുണ്ട്, യേശുവിനെ പ്രാർത്ഥിക്കാറുണ്ട്. പഴയ വചനം പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെടുകയല്ല ചെയ്യണം, തങ്ങളെ തന്നെ താഴ്ത്തണം, തങ്ങൾ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ഈ ദൈവവചനത്തിൻ്റെ ഉപദേശപ്രകാരമുള്ള ജീവിതം അല്ലെങ്കിൽ എല്ലാം ദുർമാർഗത്തിലാണ് പോകുന്നത്. ഉപദേശം ജീവിതത്തിൽ ഇല്ലെങ്കിൽ അന്യതാ ഉപദേശത്തിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തികൊത്ത് ഉപദേശം അനുസരിക്കാത്തവൻ അന്യതാ ഉപദേശത്തിൽ കിടക്കുന്നു. 1 തീമോഥെയോസിന്റെ 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. 1 തീമോഥെയോസ് 6-ന്റെ 1-2-3 വാക്യങ്ങൾ. ഈ വിഷയം തീർന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഈ വിഷയം എടുക്കും കേട്ടോ, കണ്ടിന്യൂ, പഠിക്കണ്ട. വായിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 തീമോഥെയോസ് 6-ന്റെ 1 മുതൽ. ദൈവനാമവും ഉപദേശവും രക്ഷിക്കപ്പെടാതിരിക്കാൻ സകല യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാരെ നേടേണ്ടതാകുന്നു. അടുത്ത വിശ്വാസികളെ യജമാനന്മാരുള്ളവർ അവരെ 1 തീമോഥെയോസ് 6-ന്റെ 1 മുതലാണോ വായിക്കുന്നത്? അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികൾ പ്രിയമാകൊണ്ട് അവരെ വിശ്വാസം ചെയ്യുക എത്രയോ വേണ്ടത്. അടുത്ത നീതി ഉപദേശിക്കുകയും പ്രബോധിക്കുകയും ചെയ്യുക. അടുത്ത് അവിടെ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ, ശ്രദ്ധിക്കണേ, എല്ലാ ഉപദേശവും കേട്ട് അനുസരിക്കാൻ പ്രമാണമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ലോകം മുഴുവൻ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ഉപദേശമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പുതിയ നിയമസഭയ്ക്ക് അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. ആ ഉപദേശം അനുസരിക്കാത്തവൻ ആ ഉപദേശം ഉപദേശിക്കാതെ പോയാൽ നമ്മൾ അന്യതാ ഉപദേശം ഉപദേശിക്കുന്നവരുടെ ലിസ്റ്റിൽ പെട്ടുപോകും സഹോദരങ്ങളെ. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അടുത്ത് തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അടുത്ത് അസൂയ, ചണ്ട, ദൂഷണം, നിസംശയം, ദുർബുദ്ധികൾ, സത്യത്യാഗികളുമായ മത്സരഭാഗം, വ്യക്തഭാഗം. എന്നോട് ചിലർ തർക്കിക്കാൻ വരും. ദാസ വിഷയം എടുത്തിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയണം. ഞാൻ പറഞ്ഞു എനിക്ക് തർക്കമില്ല. അതെന്താ? ദൈവസഭയ്ക്ക് തർക്കമില്ലെന്ന് പൗലോസ് പറഞ്ഞിരിക്കുക അല്ലേ? തർക്കമില്ല ദൈവസഭയ്ക്ക്. പിന്നെന്ത് ചെയ്യുക? ഒരു ഉപദേശത്തോട് നമ്മൾ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്ന് ഓർക്കുന്നു, അഞ്ചലിൽ ഒരു ഡോക്ടർ ആൻറ്റി, അമ്മ അലോപ്പതി ഡോക്ടർ, അമ്മ അലോപ്പതിയും ഹോമിയും, മോള് ഹോമിയോ മാത്രം അല്ലേ? അത് അലോപ്പതി മാത്രം. ഞങ്ങൾ മൂന്നുപേരുണ്ടായി. അവിടെ ചെന്ന് ഉപദേശം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറയുക, പാസ്റ്ററെ, രക്ഷിക്കപ്പെട്ടാൽ, പാപം ചെയ്താൽ, പാപം ഏറ്റുപറഞ്ഞ് ജീവിച്ചാൽ സ്വർഗത്ത് പോവാം. ഏറ്റുപറഞ്ഞ് ജീവിച്ചാൽ സ്വർഗത്ത് പോവും. പാപത്തിൽ തുടർന്നാലോ ആത്മാവ് രക്ഷപ്പെടില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാനില്ല. ഞാനൊരു വാക്യം എടുത്ത് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അത് പഠിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ. നമ്മൾ ചുമ്മാ കിടന്ന് തർക്കിച്ചിട്ട് എന്താ കാര്യം? വാക്യം എടുത്ത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് ഇറങ്ങിപ്പോയി. പുള്ളി അതിനുശേഷം കൊണ്ട് വിളിച്ചുമില്ല, പുള്ളി വാട്സപ്പിൽ ബന്ധപ്പെട്ടില്ല, ഒന്നും പറ്റില്ല. അതോടുകൂടി പുള്ളി ആ ബന്ധമേ മുറിച്ചു കളഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഉറച്ചു വായിക്കാം. സൗകര്യം വായിച്ചാട്ടെ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ശ്രദ്ധിച്ചോണേ, സത്യം ഏതാ? യേശുക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും വിശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. അടുത്ത മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ന്യൂട്രൽ രക്ഷപ്പെടാൻ ഇല്ല, ശിക്ഷയുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് എന്ത് ശിക്ഷ കൽപ്പിക്കുന്നത്? മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അടുത്ത ഇനി അടുത്ത പുതിയ പ്രമാണം വരിക കേട്ടോ, ക്രിസ്തുവിന്റെ പ്രമാണം വരിക.
മോശയുടെ പ്രമാണം കഴിഞ്ഞിട്ട് അടുത്ത പൗലോസ് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രമാണത്തെക്കുറിച്ചാണ്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മാലിന്യമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്താൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രരാകുന്നില്ല. ഇത് കേട്ടപ്പോൾ ആ സഹോദരനുണ്ടല്ലോ ഒരൊറ്റ പോക്കുന്നു. പുള്ളി എന്തോ പാവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്നിടയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നിങ്ങൾ വായിച്ച് പഠിക്കും സഹോദര. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവന് എന്തുണ്ട്? അല്ല, അങ്ങനെയല്ല, വചനം പറഞ്ഞ് കഠിനമേറിയ ശിക്ഷ. ഞാനതേക്കുറിച്ച് പഠിച്ചപ്പോൾ കർത്താവ് എന്നെ ഗ്രഹിപ്പിച്ച വിഷയം എന്താ? മോശയുടെ പ്രമാണം ന്യായപ്രമാണമായിട്ട് പുസ്തക ചെറുകളിൽ എഴുതി അവിടെ ഇവിടെയും തോലിലും ഒക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ ഒരു 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 സിന്നഗോഗിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെക്കുറിച്ച് ദിവാസം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാനുള്ള പ്രവചന പുസ്തകമായിരിക്കുന്നത്, തോൽ ചുരുളായിരിക്കുന്നത്. പുരോഹിതൻ പോയി നോക്കിയിട്ട് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്ന യെശയ്യാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസംഗം കിടന്നു. നമ്മുടെ കയ്യിലോ മോശയുടെ പ്രമാണവും ക്രിസ്തുവിൻ്റെ പ്രമാണം എല്ലാം കൂടി ഒന്നിച്ച് കയ്യിലോട്ട് വന്നിരിക്കുക. ഇതും വെച്ചോണ്ടാണ് നമ്മൾ ഈ കുരുത്തക്കേട് മുഴുവൻ ഒപ്പിച്ചു വെക്കുന്നത്. അവർക്ക് ലിഖിതമായൊരു പ്രമാണം കയ്യിൽ ഏന്താൻ ഇല്ലായിരുന്നു യഹൂദ ജാതിക്ക്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കേണ്ടത്. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കേണ്ട നമ്മളിൽ എന്തുണ്ട്? ക്രിസ്തുവിന്റെ പ്രമാണവും മോശയുടെ പ്രമാണവും രണ്ടും കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവപുത്രനെ ചവിട്ടിക്കളഞ്ഞാൽ, വിശുദ്ധീകരിച്ച നിയമത്തെ മലിനമെന്നെണ്ണിയാൽ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമായി വരും. ഈ കഠിനമേറിയ ശിക്ഷ എന്നുള്ളത് നരകമാണെന്ന് പഠിച്ചാൽ വല്ല തെറ്റുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അടുത്ത് വായിക്ക്. ഹല്ലേലൂയ. ചുട്ടുകളെ എത്ര അതിൻ്റെ അവസാനം അല്ലേ? അതാണ് ചുട്ടുകളെ എത്ര അതിൻ്റെ അവസാനം. ക്രൂശിക്കുന്നവൻ ഇടാതെ ശ്രമിക്കുക. ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ആകൊണ്ട് പിന്നെയും കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ. ഈ മഴയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പെയ്യുന്ന മഴയല്ല, വചനത്തിന്റെ മഴ. പലപ്പോഴും പെയ്ത വചനത്തിന്റെ മഴ പെയ്യുകയും ഭൂമി വിളയിക്കുന്നു, പ്രാപിക്കുന്നു. അപ്പൊ ദൈവവചനം വന്ന ഉപദേശങ്ങൾ കേട്ടിട്ട് പിന്നെയും മുള്ളും ഞെരങ്ങിലും മുഴിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളെ എത്ര അതിന്റെ അവസാനം. മതി. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എടുത്ത് പറയാതിരിക്കുക. ദൈവത്തെ ഓർത്ത് പ്ലീസ്. ഏതൊരു ചോദ്യത്തിനും മറുപടി ദൈവവചനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതാണ് ഉത്തമമെന്നാണ് എനിക്ക് കിട്ടിയ പഠനം. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണ്ട, നമ്മുടെ കഴിവുകളൊന്നും ഉപയോഗിക്കണ്ട, നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ചതും അവരും പറഞ്ഞതൊന്നും നമ്മൾ ഉപയോഗിക്കണ്ട. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? പണ്ട് ഞങ്ങളുടെ ഉപദേഷ്ടാവിന് 94 വയസ്സായൊരു മനുഷ്യനായിരുന്നു. ഞാനും പ്രിയ ജോസഫ് പാസ്റ്ററൊക്കെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വചനം അഭ്യസിച്ചു വരാം. പുള്ളി ഒരിക്കൽ ഒരു യൂത്ത്സിൻ്റെ മീറ്റിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും കൂടി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. അതിനിടയിൽ ഒരു പേപ്പർ കഷ്ണം കൊണ്ടുവന്ന് ഈ ഉപദേഷ്ടാവിന്, അദ്ദേഹമാണ് ഈ ചെയർ, ഫസ്റ്റ് CC ജോർജ് ആയിരുന്നു എൻ്റെ ചെയർ കോർഡിനേറ്റർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊണ്ടേ കൊടുത്തിട്ട് അത് ഇതായിരുന്നു പേപ്പർ: അപ്പച്ച, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ, മദ്യപാനം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഭൂഷണമാണ്. പുള്ളി ഇനിങ്ങോട്ട് വഴിച്ചിട്ട് രണ്ടായിട്ട് വലിച്ചങ്ങോട്ട് കീറി അവിടുത്തെ അതിൻ്റെ ഉള്ളിലോട്ട്. അപ്പോൾ അവർ ചോദിച്ചു, പുള്ളി നല്ല പ്രായമുള്ള ആളല്ലേ, അതെന്താ പാസ്റ്റർ അങ്ങനെ ചെയ്തു? നിങ്ങൾക്ക് ഒരു ഗുണപാഠം പഠിക്കാൻ വേണ്ടിയാണ്. അതെന്താ അങ്ങനെ നിങ്ങൾ പാസ് ചെയ്തതെന്താ? എടോ, മദ്യപാനം ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ലെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? പോന്ന പോക്കുണ്ടോ? ഈ വാല് മുറിഞ്ഞു പോകേണ്ട വല്ല കാര്യമുണ്ടോ?
ചോദ്യം ചോദിക്കുന്നത് അതിൻ്റെതായ നിലയിൽ ചോദിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ മറുപടി കിട്ടും. മദ്യപാനം ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് വേദപുസ്തകത്തിൽ എത്ര ഭാഗത്തുണ്ട്? മദ്യം നോക്കരുത്, അത് രുചിക്കരുതെന്ന് സോളമൻ പറഞ്ഞു വെക്കുന്നില്ലേ? അത് അണലി പോലെ കൊത്തുമെന്ന് പറയുന്നില്ലേ? അത് മരണകരമാണെന്ന് പറയുന്നില്ലേ? ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റാത്ത പാപമെന്ന് പുസ്തകം പറയുന്നില്ലേ? പിന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നാൽ ഇത് വലിച്ചീറിക്കളയാതെ എന്തിയ മര്യാദയോടെ ഇരുന്നോളാൻ പറഞ്ഞു. കാരണം പുള്ളിക്ക് 90 വയസ്സുണ്ടേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയണം. അല്ലെങ്കിൽ എന്ത് പറ്റും? വലിയ തിരിച്ചടി ഉണ്ടാകും. സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ ദാസനായ മത്തായി പഠിപ്പിക്കുന്ന ഈ ഉപദേശങ്ങൾ, മത്തായിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന ഈ ഉപദേശങ്ങൾ, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്ന ഉപദേശങ്ങൾ, നമ്മൾ യാതൊന്നും അതിനെ എതിർക്കാതെ അതങ്ങനെ തന്നെ അനുസരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഏതാ? മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ കണ്ടിന്യൂഷൻ വായിക്കാം. അതിനത്തിലേക്ക് വരാം. സമയം നമ്മുടെ മുമ്പിൽ ഒട്ടുമില്ല, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. 13-ാം അധ്യായം, എല്ലാവർക്കും 13-ാം അധ്യായം എടുക്കാം. അവസാനം വായിച്ചു നിർത്തിയത് ഏതാ? സദൃശം. അത് നമ്മൾ പഠിച്ചല്ലോ. 51, 52 കൂടി വായിച്ചാൽ അത് വായിച്ചിട്ട് നമ്മൾ വേറെ വിഷയത്തിലേക്ക് വരിക. ഇതെല്ലാം ഗ്രഹിച്ചു പോകും. അവൻ അവരോട് സ്തോത്രം. അവൻ അവരോട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട്. ഈ പഴയ നിയമം പുതിയ നിയമം എന്നും കൂടി കോർത്തിണക്കി പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥ പ്രസംഗം. പുതിയ നിയമം തന്നെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അത് സാധൂകരിക്കാൻ അത് നിഴലായിട്ട് പഴയ നിയമത്തിൽ കിടപ്പുണ്ടെന്നും പുതിയ നിയമത്തിൽ അതിൻ്റെ പൊരുളാണെന്നും എടുത്തൊരു ശക്തിയോടെ പറയാറുണ്ട്. അല്ല, നിഴലിൽ കിടന്ന് മാത്രം തപ്പുന്നതല്ല പ്രസംഗം. അതെ, അതെ, ഒരു ശേഷി മാത്രമേ ഉള്ളൂ. അതെ, അത് ഇതുപോലെ തന്നെ. അത് പൊരുളും നിഴലും തമ്മിൽ. ചിലര് പഴയ നിയമത്തിൽ മോശെ, ഏലിയാവും ദാവീദും എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ പ്രസംഗം മുഴുവൻ ആ ദാവീദിനെ കൊണ്ട് അവസാനിക്കും, അല്ലെങ്കിൽ മോശയെ കൊണ്ട് അവസാനിക്കും. ഉദാഹരണം ഞാൻ പറയാം, നമ്മളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജോസ് എന്ന് പറഞ്ഞ സഹോദരിയുടെ ഭാര്യ ഓമനാണെന്ന് എൻ്റെ ഓർമ്മ. അവർ ഞങ്ങളൊപ്പം വന്ന് ഉപദേശം പഠിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അവർ കോട്ടയത്തേക്ക് പോയി. ആ സഹോദരി ഒരു ദിവസം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ ചർച്ചിൽ വെച്ചൊരു സംഭവം നടന്നു. എന്ത് സംഭവം? ഒരു പാസ്റ്റർ വന്നു, ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. എന്നിട്ടോ അദ്ദേഹം എബ്രായ ലേഖനം 3-ാം അധ്യായം എടുത്ത് 1 മുതൽ 7 വരെയുള്ള വിഷയം പ്രസംഗിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു, എന്നിട്ടോ ഈ സഹോദരിക്ക് പുതിയ നിയമ വെളിപ്പാട് കിട്ടിയതുകൊണ്ട് ഈ സഹോദരി ഒരു പരാതിയായിട്ട് പറഞ്ഞു, മോശയെ പ്രസംഗിച്ച് മോശയെ പ്രസംഗിക്കാൻ എവിടെയൊക്കെ പോകണം? എവിടെയൊക്കെ പോകണം? രസകരമാണ്. പറവോറ്റ കൊട്ടാരത്തിൽ പോകണം, പിന്നെ നൈൽ നദിയിലല്ലേ, ഇവിടെയല്ലേ, പെട്ടി ഒഴുക്കി വിട്ട് അവിടെയല്ലേ, അവിടെ പോകണം. കുഞ്ഞു മോശയെക്കുറിച്ച് പ്രസംഗിക്കണം. പിന്നെ ഇസ്രായേൽ മക്കളെ നടത്തിയ മോശയെക്കുറിച്ച് പറയണം. പഴയ രീതിയിലെ പല ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ച് മോശയായിട്ട് പുള്ളി അങ്ങ് പോയി. 1:30 മണിയായപ്പോൾ പ്രസംഗം നിർത്തി, കാപ്പാടും മേടിച്ച് സ്വോത്രാഭിഷേകം മേടിച്ച് പുള്ളി പോയി. യേശുവിനെ അങ്ങ് വിട്ടുകളഞ്ഞു. അവിടെ വായിച്ച് നമുക്ക് അതൊന്ന് ധ്യാനിച്ചു പോകാം. എബ്രായർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ. ഇതൊക്കെ ഈ ആത്മീയ കോളത്ത് നടക്കുന്ന അപകടകരമായ പ്രസ്താവനകളാണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വായിക്കാം 3-1 മുതൽ. ഉറച്ചങ്ങോട്ട് വായിച്ചേ. ഹല്ലേലൂയ. പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിയോട് സദൃശം അല്ലേ? ആമേൻ. നോക്കുവിൻ. അടുത്ത് മോശ ദൈവത്തെയും വിശുദ്ധനായിരുന്നതുപോലെ യേശുവും വിശുദ്ധനാകുന്നു. പൗരത്തെക്കാളും പൗരൻ ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയെക്കാൾ അധികം മഹത്വ യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏത് പോലെ സ്വഭാവം വേണം? സർവ്വതാമസം ദൈവം തന്നെ. അടുത്തൊക്കെയും മോശ വിശുദ്ധനായിരുന്നവന് സാക്ഷി. ഇപ്പൊ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുന്നതിന്
സാക്ഷ്യം പറയുന്ന വൃത്തിയാണ്. ഭൃത്യൻ. അടുത്ത ക്രിസ്തുവോ. ആ ആ അപ്പൊ അധികാരിയായ പുത്രനെ വിട്ടിട്ട് ഭൃത്യനായ മോശയെ എടുത്ത് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഉള്ളിൽ വൈറസ് കയറിയോ? സാത്താൻ്റെ കയറിയോ? പ്രസാദ് ബ്രദറെ, തീർച്ചയായിട്ടും കയറി. യേശു അവിടെ ഷൂ ആയിപ്പോയി, മോശ അവിടെ വളർന്നു. ഇന്നും അത് തന്നെ. പ്രവൃത്തി പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകും. ആരാ? ഈ പൗലൂസിനൊക്കെ ഉപദേശം കേട്ട് രക്ഷിക്കപ്പോൾ എല്ലാവരും ന്യായപ്രമാണ തൽപരരാണെന്ന്. നിങ്ങൾ ഗലാത്യലേഖനം 3:12 വാക്യം ഒന്ന് വായിച്ചേ. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം, അല്പം കൂടി പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. ഗലാത്യലേഖനം 3:1-2 പെട്ടെന്ന് വായിച്ചു. ഇതൊക്കെ കാണാതെ പറയേണ്ട കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനോ നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കിട്ടിയേ നിങ്ങളെ ശുദ്രം ചെയ്ത് മൈക്കിയതാർ. മതി, എത്രയും മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആരാ ശുദ്രം ചെയ്തത്? പറയാം. ശുദ്രം ചെയ്തത് ആരാ? യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വന്ന യഹൂദ ക്രിസ്ത്യാനികളിൽപ്പെട്ടവര്, പൗലൂസ് പറഞ്ഞ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സത്യമനുസരിച്ച് മുമ്പോട്ട് വന്നവരെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിലേക്ക് വലിച്ചോണ്ട് പോയപ്പോൾ പൗലൂസ് അവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ്. ആര് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി? ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കൽ ശുദ്രപ്രയോഗമാണെന്ന് മനസ്സിലായല്ലോ. 15:10 പ്രവൃത്തി അതൊന്ന് വായിച്ചേ. ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വിശ്വാസത്തോടനുബന്ധിച്ച്. 15:10 വായിച്ചേ. പ്രവൃത്തി 15:10 ഇവിടെ നിന്ന് വായിച്ചാട്ട്. 15:10 എടുക്കുന്നവർക്ക് ആർക്കെങ്കിലും വായിക്കാം. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത. ഓഹോ, അപ്പൊ ഈ ന്യായപ്രമാണം എന്താ? ശിഷ്യന്മാർ, കർത്താവ് എന്താ, അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത നുകം. നുകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചുമട്. ഈ നുകം ആരുടെ കഴുത്തെ കെട്ടിവെക്കുന്നു? കർത്താവിന് രക്ഷിതമായി സ്വീകരിച്ച് ശിഷ്യന്മാരുടെ കഴുത്തിലോട്ട് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തിനാ? എതിരെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം? പഠിപ്പിച്ചോ? നെഴിലും പൊരുളുമായിട്ട് പഠിപ്പിച്ചോ? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണെന്ന് ഇബ്രാഹിം ലേഖനം 10 എടുക്കേണ്ട വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ, ഷാഡോ. ഞാനിവിടെ നിൽക്കുക, ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നു. എൻ്റെ നിഴല് ഇവിടെ ആ ഭിത്തിയിലും കൊണ്ട് വരികയാണ്. അപ്പോൾ സാമ്പാറിനോടെ നിൽക്കുക, സാമ്പാർ സാധാരണ നിൽക്കുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുന്നത്, എൻ്റെ നിഴലാണ് നിൽക്കുന്നത്, എൻ്റെ നിഴലാണത്. നിഴലിനാണോ പ്രാധാന്യം, പൊരുളിനാണോ പ്രാധാന്യം? സാത്താൻ്റെ വൈറസ് ആത്മീയ ഗോളത്തിൽ കയറിയിരിക്കുകയാണ് അതിൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിനെ പ്രസംഗിച്ച് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് പകരം ന്യായപ്രമാണം പ്രസംഗിച്ച് ന്യായപ്രമാണത്തിൻ്റെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ ഇതൊക്കെല്ലാം പ്രസംഗിച്ച് നാളെ എൻ്റെ കയ്യിലൊരു പേപ്പർ കിട്ടി. അതിന് പറയും ഈ പ്രോഗ്രസ് തിങ് എന്നിട്ടാണ് അതിൻ്റെ പേര്. അതിലൊരു ചോദ്യം ചോദിച്ചേക്കാം, മോശം അളിയൻ ആരാണ്? പ്രസാദിന് പറഞ്ഞ മോശം അളിയനെ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എല്ലാ കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്, എങ്കിലും ഞാനും അറിയാം. എടാ ആരെങ്കിലും ആവട്ടെ. കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ പേരെന്ന് പറയാമോ? അയ്യോ, അതറിയത്തില്ല. പിന്നെ മോശയുടെ വിളി ഇന്നാളോ വന്നു. മോശയുടെ അമ്മായിയപ്പൻ ആലോചന പറഞ്ഞു കൊടുത്തെന്ന് 70 പേരെ തിരഞ്ഞെടുത്തോളം ചോദിച്ചാൽ ഭയങ്കര ആലോചനയാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ പ്രസംഗിച്ച് കേട്ടതാണ്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രവൃത്തി പുസ്തകം 20-27 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു. പൗലൂസ് പറയുക, നമുക്ക് ദൈവത്തിൻ്റെ ആലോചന വേണ്ട. മോശകാളിയൻ ആലോചന പറഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നല്ല കാര്യങ്ങളാണ്. ഞാനതിനെ വിമർശിക്കുകയോ തെറ്റായിട്ട് ചിത്രീകരിക്കുന്ന ആരും പറയരുത്. അതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കും. അതിന് മനസ്സിലാക്കാൻ ഒരു പ്രവാചകൻ വരണം. മകനേ, ഈ നാളുകളിലെന്ന് പറഞ്ഞ് കള്ളപ്രവാചകൻ വായിത്തോന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാൻ ഇന്ന് ആത്മീയ കോളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ പുതിയ നിയമം പ്രസംഗിച്ചാൽ ആളില്ല കേൾക്കാൻ. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. അടുത്ത മത്തായിയുടെ സുവിശേഷം 13 നിന്ന് ഞാൻ 22-ാം അധ്യായം 1 മുതൽ 14 വാക്യത്തിലേക്ക് വരുന്നു.